കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട 2 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. പിടിയിലായവരിൽ ഒരാൾ SFI യൂണിറ്റ് സെക്രട്ടറി എന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. ഹോളി ആഘോഷത്തിനായിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. വിവരങ്ങൾ നൽകാനായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഗവർണർ ഒരു കോളേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് VC-മാരുമായിട്ടൊരു ചർച്ച വിളിക്കുകയും അതിലൊരു ആക്ഷൻ പ്ലാൻ വേണമെന്ന് DGPയോട് ഉൾപ്പെടെ അറിയിക്കുകയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ പേരൻസുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് ഉണ്ടാകണം തുടങ്ങി കുറേ കാര്യങ്ങൾ ഗവർണറുടെ മുൻപാകെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറിയിക്കുകയും ചെയ്തതാണ്. വേണ്ട രീതിയിൽ കോളേജ്, സ്കൂൾ, വിദ്യാലയങ്ങളിൽ എല്ലായിടത്തും ലഹരിക്ക് ഒരു കടിഞ്ഞാണിടണം എന്നുള്ള രീതിയിൽ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ വളരെ ലാഘവത്തോടെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കുന്നു. ഹോളി ആഘോഷത്തിനായിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് മൊഴിയായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ രേഷ്മ. അഞ്ജന, 7 മണിക്കൂറോളം തുടർച്ചയായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ പെരിയാർ എന്ന പേരായിട്ടുള്ള മെൻസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ റൂമുകളിൽ നിന്നുമാണ് 1.9 കിലോഗ്രാമോളം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. 3 വിദ്യാർത്ഥികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ പോലീസിന്റെ പരിശോധന വന്ന സമയത്ത് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ കോളേജ് ഹോസ്റ്റലിനുള്ളിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കളമശ്ശേരി പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ക്യാമ്പസിനുള്ളിൽ, അതായത് ഈ പോളിടെക്നിക് കോളേജിലെ ക്യാമ്പസിനുള്ളിൽ വലിയ രീതിയിൽ രാത്രിയിൽ ഹോളി ആഘോഷമൊക്കെ നടന്നിരുന്നു. ആ ഹോളി ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചതെന്നുള്ള മൊഴിയാണ് പിടികൂടിയ വിദ്യാർത്ഥികളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പിടികൂടപ്പെട്ടവരിൽ ഒരാൾ SFI യൂണിയൻ സെക്രട്ടറി എന്നാണ് പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 3 വിദ്യാർത്ഥികളാണ് പിടികൂടിയിട്ടുള്ളത്. ആകാശ, അഭിരാജ, അതോടൊപ്പം തന്നെ ആദിത്യൻ. ഈ 3 പേരെയും നിലവിൽ പോലീസ് പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കായിട്ടാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ചെറിയ പൊതികളിലാക്കി, അതായത് 10 ഗ്രാമോളം വീതമുള്ള പൊതികളിലാക്കിയായിരുന്നു കഞ്ചാവ് വിൽപ്പന നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പോലീസ് ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റലിലേക്ക് കടന്നത്. ആ സമയത്ത് പോലീസ് എത്തിയ സമയത്ത് കാണുന്ന കാഴ്ച, ഈ കഞ്ചാവ് തൂക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ സംഘം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് കഞ്ചാവ് തൂക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്രാസുകളും മറ്റ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികളും ഒക്കെ തന്നെ ഈ റൂമുകളിൽ ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ടപാടെ ചില വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് 3 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും കഞ്ചാവ് കൈവശം വെച്ചവരിൽ ഒരാൾ SFI യൂണിയൻ സെക്രട്ടറി തന്നെ കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം സാങ്കേതിക വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പ്രഖ്യാപനമൊക്കെ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ ഒക്കെ തന്നെ ക്യാമ്പസുകളിലും സർവകലാശാലകളിലും ഒക്കെ തന്നെ SFI നടത്തുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് SFI കാലാകാലങ്ങളായിട്ട് ഭരിക്കുന്ന ക്യാമ്പസിൽ അവിടുത്തെ യൂണിയൻ സെക്രട്ടറി തന്നെ ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യം. നേരത്തെയും ഈ പോളിടെക്നിക് ക്യാമ്പസിലെ പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ പിടികൂടപ്പെട്ടവരിൽ നിന്നുമാണ് സമാനമായിട്ടുള്ള വിൽപ്പനയും കഞ്ചാവിന്റെ ഉപയോഗവും ക്യാമ്പസിനുള്ളിൽ തകൃതിയായിട്ട് നടക്കുന്നതെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്നലെ രാത്രി നടന്നത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ 4 മണി വരെയായിരുന്നു 7 മണിക്കൂറോളം നീണ്ട പരിശോധന. എന്തായാലും കേസിൽ 3 പ്രതികൾ നിലവിൽ പിടിയിലായിട്ടുണ്ട്. കഞ്ചാവ് ക്യാമ്പസിനുള്ളിൽ എത്തിച്ച ആളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നിലവിൽ കടന്നിട്ടുള്ളത്. അഞ്ജന. ശരി.